ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കൂളിലെ ഓണം സെലിബ്രേഷനായി ബന്ധപ്പെട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. കുട്ടികൾക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ആൾക്കും അവിയലായിരുന്നു കൊണ്ടുപോകേണ്ടത്. ഒരാൾക്ക് 10 പേർക്കുള്ള അവിയൽ വെച്ച് കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ 30 പേർക്കുള്ള അവിയലാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവിയലിന് വേണ്ട കഷ്ണങ്ങൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, അച്ചിങ്ങ, ചേന, കുമ്പളങ്ങ, ക്യാരറ്റ്, പടവലങ്ങ, കോവക്ക, അതുപോലെ പച്ചമാങ്ങ. പുളിക്ക് ഞാൻ പച്ചമാങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച് അവിയൽ ഉണ്ടാക്കിയത്. പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയൊരു ബിരിയാണി പോട്ട് തന്നെയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 30 പേർക്കുള്ളതായതുകൊണ്ട് ഒരു കണക്കൊന്നും കിട്ടുന്നില്ല. ഏകദേശം ഒരളവിൽ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പുളിക്ക് വേണ്ടി ഞാൻ പച്ചമാങ്ങയാണോ ചേർത്ത് കൊടുത്തത്. ഏകദേശം ഒരു 2.5 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ആ പച്ചമാങ്ങയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് എരിവിന് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നെടുകെ പിളർന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ വെളിച്ചെണ്ണയ്ക്ക് എല്ലാ കഷ്ണങ്ങളിലും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം വെള്ളമൊഴിച്ചതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചു. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന്. പക്ഷെ എനിക്കൊരൊറ്റ തവണയും ഇതുപോലെ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ സമയം കിട്ടാറില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഓട്ടത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമൊക്കെ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ഓണം സെലിബ്രേഷൻ്റെ സമയത്തും. കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഈ ഒരു സമയത്ത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് ചൂടാറ്റി വേണം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം തിളപ്പിച്ച് ചൂടാറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റി എടുക്കാമെന്ന് കരുതി ഫാനിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അവിയൽ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ചോറിന് വേണ്ട അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ നാട്ടിൽ വന്ന ശേഷം മട്ടരി കുക്ക് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് മട്ടരി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3-4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ച ശേഷം ഇതിലെ പ്രഷർ ഫുള്ള് റിലീസാക്കി എടുക്കണം. വെള്ളത്തിനടിയിൽ വെച്ച് ഒന്ന് റിലീസാക്കി എടുക്കും. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ സ്റ്റീൽ കലത്തിലേക്കോ ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് വടിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ മട്ടരി കുക്ക് ചെയ്തെടുക്കാറുള്ളത്. അവിയലിന് വേണ്ടി 2 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് നല്ല ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം പച്ചക്കറി കഷ്ണങ്ങൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. അവിയൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ച് സെർവ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതി ഞാനിത് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിയലിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ
ചോറ് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വടിച്ചിട്ടുണ്ട്. കലത്തിലേക്ക് മാറ്റി ഞാനൊന്ന് തിളപ്പിച്ചായിരുന്നു, എന്നിട്ട് ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ട വെള്ളം ചൂടാറാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഞാനെപ്പോഴും സ്റ്റീലിൻ്റെ ബോട്ടിലാണ് ഉപയോഗിക്കാറുള്ളത്. ചെറിയ ചൂടുവെള്ളം കൊടുത്തുവിടാൻ അതാണല്ലോ സൗകര്യം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തതായിട്ട് പുട്ട് ചുടണം. പുട്ടിൻ്റെ പൊടി ഞാൻ തലേദിവസം തന്നെ ഞാൻ വാട്ടി വെച്ചിരുന്നു. ഞാൻ എപ്പോഴും പുട്ട് വാട്ടിയാണ് ഉണ്ടാക്കാറുള്ളത്. അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഒന്ന് വാട്ടിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കും ചൂടാറി കിട്ടുന്ന സമയത്ത്. എന്നിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാറുള്ളത്. ഇത് ഇപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഇത് റെഡിയാക്കി വെച്ചിരുന്നു. മിക്സിയിലിട്ട് അടിച്ച് ഞാനൊന്ന് ഫ്രിഡ്ജിൽ കണ്ടെയ്നർ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ ഇതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയ സമയത്ത് ഞാൻ പുട്ട് ചുടുന്നുണ്ട്. രാവിലെ ഞാൻ കുട്ടികൾക്ക് പുട്ടുംപഴം ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എളുപ്പം പണി കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പുട്ടുംപഴം ആക്കുന്നത്. അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞ ശേഷം ഞാൻ അവിയൽ ബോക്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ നമ്മൾ ഇളക്കിയിട്ടായിരുന്നില്ല വെച്ചിട്ടുണ്ടായിരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ ഒരു അവിയലിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 3 ബോക്സിലായിട്ട് ഞാൻ അവിയൽ എടുത്തു വെക്കുന്നുണ്ട്. പിന്നീട് കുട്ടികൾക്ക് വേണ്ട ചോറും ബോക്സിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിയലും ഞാൻ ബോക്സിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുട്ടികളെ റെഡിയാക്കുന്ന ഒരു പരിപാടിയിലേക്ക് കിടന്നു. കുട്ടികൾ 3 ആളും കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പട്ടുപാവാടയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ റെഡിയാവാന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. മൂത്ത ആൾക്ക് മലയാളി മംഗ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ധാവണിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഉടുപ്പിക്കാൻ വലിയ പിടുത്തമൊന്നും ഇല്ലെങ്കിലും ഉള്ള അറിവ് വെച്ചിട്ട് അങ്ങനെ ഉടുപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ 3 ആളെയും റെഡിയാക്കി അങ്ങനെ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സ്കൂൾ ബസ്സിലല്ല കേട്ടോ ഇന്ന് അവരെ സ്കൂളിലേക്ക് വിടുന്നത്, കൊണ്ടുപോയി ആക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഓണം സെലിബ്രേഷന് പങ്കെടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുട്ടികൾക്കുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇതുപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവരൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ഒരുക്കിയൊക്കെ വിടാമെന്ന് വിചാരിച്ചത്. റെഡിയായി വന്നപ്പോഴേക്കും ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കാറിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അവിടെ പ്രോഗ്രാം ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു കുട്ടികളെ അവിടെ ആക്കിയിട്ട്. പിന്നീട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് സ്കൂളിലേക്ക് പോയത്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സദ്യ ഉണ്ടായിരുന്നു. പാരൻസ് ഓരോ ഐറ്റംസും കൃത്യമായിട്ട് റെഡിയാക്കി കൊടുത്തു വിട്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സദ്യ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വടംവലി മത്സരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിന് ഉണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. Thank you for watching.